പിന്നെ ഈ മെഡിക്കൽ എത്ര നിങ്ങൾ അളവ് ഈ അളവ് 7 അടി മെഡിക്കൽ അപ്പോൾ റെഡി ആയില്ല കേട്ടോ. അപ്പോൾ ബോർഡുകളൊക്കെ ഇനി നോ സ്മോക്കിങ്ങുമാണ്. ഖാദർ മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 52ാമത് ഖാദർ അലി ട്രോഫിക്ക് വേണ്ടിയുള്ള അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇന്ന് ഡിസംബർ 20 ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ബഹുമാനപ്പെട്ട മഞ്ഞളാംകുഴി അലി സാഹിബ് ഉദ്ഘാടനം ചെയ്യാം. ടൂർണമെൻറ്റിൻ്റെ മുന്നോടിയായിക്കൊണ്ട് 4:30 മണിക്ക് ആയിഷ കോംപ്ലക്സ് പരിസരത്ത് നിന്ന് ബാൻഡ് വാദ്യങ്ങളോട് അകമ്പടിയോടുകൂടി നൂറുകണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ അകമ്പടിയോടുകൂടി വിളംബര ഘോഷയാത്രയും നടക്കുന്നുണ്ട്. ടൂർണമെൻറ്റ് ക്ലബ്ബ് രൂപീകരിച്ച് 64 വയസ്സ് പിന്നിട്ട ഖാദർ അലി ക്ലബ്ബ് 52ാമത് ടൂർണമെൻറ്റാണ്. കേരളത്തിലെ ഒരു ക്ലബിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിൽ 52ാമത് ടൂർണമെൻറ്റാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. പെരിന്തൽമണ്ണയിലെ അല്ലെങ്കിൽ ജില്ലയിലെ മുഴുവൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സിൽ ഇടം നേടിയ ഒരു ക്ലബ്ബാണ് ഖാദർ അലി ക്ലബ്ബ്. അതിൻ്റെ പ്രവർത്തനം ആ രീതിയിൽ തന്നെയാണ്. പെരിന്തൽമണ്ണക്കാർക്ക് ഖാദർ അലി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംവിധാനമാണ്. ആ ക്ലബിൻ്റെ കീഴിൽ ടൂർണമെൻറ്റിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ ലാഭവിഹിതവും ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. ഈ വർഷം പിന്നെ മുഴുവൻ ലാഭവും ഈ വർഷവും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കി വെക്കുകയാണ്. ക്ലബ്ബ് ഏകദേശം 3 വർഷമായി പെരിന്തൽമണ്ണ നഗരസഭയിലെ 42ഓളം വരുന്ന കിഡ്നി രോഗികൾക്ക് മാസാന്തരം 1000 രൂപ കൊടുക്കുന്ന ഒരു പെൻഷൻ പദ്ധതി മാതൃകാപരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി വരുന്നു. അതിന് ആശ്വാസം പകരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസം പകരുന്ന പ്രവർത്തനത്തിന് വേണ്ടി ഒരു ആംബുലൻസ് സംവിധാനം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ പരിസരത്തുള്ള 18ഉം 20ഉം വയസ്സായ കുട്ടികൾക്ക് സ്ഥിരമായി കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നു. അങ്ങനെ പിന്നെ വിദ്യാഭ്യാസ മേഖലയിലെ സ്പോർട്സ് രംഗത്ത് കാരുണ്യ പ്രവർത്തന രംഗത്ത് തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബ് നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ഖാദർ അലി ക്ലബ്ബ് എന്താണെന്നും ഖാദർ അലി ടൂർണമെൻറ്റ് എന്താണെന്നും ആ ടൂർണമെൻറ്റ് വിജയിപ്പിക്കേണ്ടത് പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങളുടെ ഒരു ആവശ്യമാണ് എന്നുള്ളത് ഓരോ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലെ ജീവിക്കുന്ന ഓരോരുത്തർക്കും അത് കൃത്യമായിട്ട് ബോധ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ 52ാമത് ടൂർണമെൻറ്റ് വലിയ രീതിയിലാണ് ഈ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. ഈ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളും ഇന്ന് ഉദ്ഘാടന ചടങ്ങിലേക്ക് വരാൻ പോകുകയാണ്. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ഇന്ത്യക്ക് കളിച്ച പ്ലെയർ ആയിക്കോട്ടെ, സംസ്ഥാനത്തിന് കളിച്ച പ്ലെയറുകളായിക്കോട്ടെ, ഈ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം ഉൾപ്പെടെ ഖാദർ അലി സ്പോർട്സ് ക്ലബിൻ്റെ ടൂർണമെൻറ്റിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന പ്ലെയേഴ്സുമാണ്, ടീമുകളാണ്. ഇതൊരു ജനങ്ങളെ ഹൃദയത്തിൽ ഈ ഗ്രൗണ്ടിൽ വന്ന് കളി കാണുന്നത് വലിയൊരു ആസ്വാദനമാണ്. ഈ ഗ്രൗണ്ടിൽ കളി കാണാൻ ഈ ജില്ലയിലെ മുഴുവൻ പ്രദേശത്തുള്ള ആളുകൾ ഇന്ന് ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഖാദർ അലി ടൂർണമെൻറ്റാണ്. ആ ഖാദർ അലി ടൂർണമെൻറ്റിൻ്റെ ആ കളി കാണാനും ആ ഗ്രൗണ്ട് കാണാനും അത് അവിടെ ഇരുന്ന് കളി കാണാനും വലിയൊരു ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ്. ഏതായാലും ഇന്ന് നടക്കുന്ന ടൂർണമെൻറ്റിലെ മുഴുവൻ ആളുകളെയും ഈ കാരുണ്യത്തിന് പന്തുരുളുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി. ആ കാരുണ്യത്തിന് പന്തുരുളുന്ന ഇന്ന് തുടക്കം കുറിക്കുന്ന ഈ ഖാദർ അലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിലേക്ക് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഖാദർ അലി ക്ലബിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും വളരെ ആർദ്രവമായി സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുക.